Welcome back to Home Tutor. This is your personal teacher Nipandipan. Chapter 1 French Revolution ആണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 9th standard ഹിസ്റ്ററിയിൽ. സോ പാർട്ട് 3 വരുന്നത് The Struggle to Survive എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 മറക്കാതെ കാണുക, അതിനുശേഷം ഈ ഒരു ടോപ്പിക്കിലേക്ക് വരിക. Figure 3 The Spider and the Fly, an anonymous etching. We can go through the dialogue boxes too. This poor fellow brings everything: grain, fruits, money, salad. The fat lot sits there ready to accept it all. He does not even care to graze him with a look. The next dialogue box. The noble man is a spider, the peasant is a fly. The next dialogue box. The more the devil has, the more he wants. Okay, friends and children, നമുക്ക് ഫിഗർ 3 ഒന്ന് നോക്കാം. 1829 മേരി ഹോവറ്റ് എന്ന കവയിത്രി, അതായത് പോയറ്റ്, പബ്ലിഷ് ചെയ്ത ഒരു വർക്കാണ് ദ സ്പൈഡർ ആൻഡ് ദ ഫ്ലൈ. ഈ കവിതയിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു പിക്ചറാണ് ഫിഗർ 3 നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ദ സ്പൈഡർ ആൻഡ് ദ ഫ്ലൈയിൽ ഒരു കൗശലക്കാരനായ സ്പൈഡർ, ദാറ്റ് ഈസ് എട്ടുകാലി. നമ്മളിവിടെ സ്പൈഡർ എന്ന് പറഞ്ഞിരിക്കുന്നത് എട്ടുകാലി, ഒരു വലിയ വല ഉണ്ടാക്കി ആകർഷിച്ച് പിന്നെ തന്ത്രങ്ങൾ മെനഞ്ഞ് ഒരു പറവയെ വലയിലാക്കുന്ന കവിതയാണ് പറയുന്നത്. സോ ഹിസ്റ്ററിയുടെ ഈ ചാപ്റ്ററിൽ എന്തിനാവും ദ സ്പൈഡർ ആൻഡ് ദ ഫ്ലൈ എന്ന പിക്ചർ കൊടുത്തിട്ടുണ്ടാവുക? ഇവിടെ കുലീന കുടുംബത്തിൽ പെട്ടവർ, ജന്മിമാർ, ഇവരെ സ്പൈഡറിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. പാവപ്പെട്ട കൃഷിക്കാരെ, അതായത് പെസൻസ്, അവരെ ഫ്ലൈ ആയും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പറഞ്ഞ പാവപ്പെട്ട കർഷകർ അവർ കൃഷി ചെയ്ത് വിളയിക്കുന്ന ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രെയിൻസ്, പിന്നെ ഫ്രൂട്ട്സ്, മണി, സാലഡ്സ്, ഇവയെല്ലാം പിക്ചറിൽ കാണുന്ന ഇങ്ങനെയുള്ള ഒരു ഹൈ ക്ലാസ്സിൽ ഉള്ള ഒരു യജമാനന് കൊണ്ടുപോയി കാഴ്ചവെക്കുകയാണ്. ഇരിക്കുന്ന ആളാണ് നോബിൾമാൻ, നിൽക്കുന്ന ആളാണ് കൃഷിക്കാരൻ അല്ലെങ്കിൽ ദ പെസന്റ്. ഇവിടെ പിക്ചറിലെ സീനിൽ കാണാൻ കഴിയുന്നത് പെസന്റ് അദ്ദേഹത്തിൻ്റെ എല്ലാ സമ്പാദ്യവും കൊണ്ടുവന്ന് ലാൻഡ് ലോർഡിന് കാഴ്ചവെക്കുന്നതായിട്ടാണ്. ലാൻഡ് ലോർഡ് ആവട്ടെ പെസന്റിനെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ എല്ലാ വസ്തുക്കളും ആക്രാന്തത്തോടുകൂടി മേടിച്ചു വെക്കുന്ന ഒരു സീനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മറ്റൊരു ഡയലോഗ് ബോക്സിൽ കാണിക്കുന്നത് ലാൻഡ് ലോർഡിനെ ഡെവിൽ അല്ലെങ്കിൽ പിശാചുമായി താരതമ്യം ചെയ്തിരിക്കുന്നു. എത്ര കിട്ടിയാലും തികയാത്ത ഒരു പിശാചുമായിട്ട്. അപ്പോൾ ദ സ്പൈഡർ ആൻഡ് ദ ഫ്ലൈ എന്ന് പറയുന്ന ഫിഗർ 3 ഈ ഒരു ചെറിയൊരു സ്റ്റോറി നമ്മളെ ലാൻഡ് ലോർഡിനെയും പെസന്റിനെയും ഡെപ്പിക്ട് ചെയ്ത് കാണിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം, അതായത് ദ സ്ട്രഗിൾ ടു സർവൈവ്. The population of France rose from about 23 million in 1715 to 28 million in 1789. This led to a rapid increase in the demand for food grains. Production of grains could not keep pace with the demand. So the price of bread, which was a staple diet of the majority, rose rapidly. Most workers were employed as laborers in workshops whose owner fixed their wages. But wages did not keep pace with the rise in prices. So the gap between the poor and the rich widened. Things became worse whenever drought or hail reduced the harvest. This led to a subsistence crisis, something that occurred frequently in France during the old regime. സോ 1715 നിന്ന് 1789, അതായത് 1715 നിന്ന് 1789 എത്തിയപ്പോൾ ഫ്രാൻസിലെ ജനസംഖ്യ 23 മില്യണിൽ നിന്ന് 28 മില്യണിലേക്ക് മാറി. അങ്ങനെ ജനപ്പെരുപ്പം ഉണ്ടായപ്പോൾ അവശ്യ സാധനങ്ങൾക്കും ഭക്ഷ്യ സാധനങ്ങൾക്കുമെല്ലാമുള്ള ഡിമാൻഡും വളരെയധികം കൂടി. ജനങ്ങളുടെ ആവശ്യത്തിനെ ബാലൻസ് ചെയ്തു പോകാൻ ആ ഒരു സിറ്റുവേഷനിൽ ഉൽപാദനത്തിന് കഴിഞ്ഞില്ല. അതായത് പ്രൊഡക്ഷൻ, ഉൽപ്പാദിപ്പിക്കുന്നതിലും കൂടുതൽ വസ്തുക്കൾ ഉപയോഗത്തിന് വേണമായിരുന്നു.
പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഡിമാൻഡ് ഉണ്ടായിരുന്നു. എന്തിന് പറയണം, ദൈനംദിന ഉപയോഗത്തിന് വേണ്ടി ഉള്ള ബ്രെഡിന് പോലും വളരെയധികം വില കൂടി. സ്റ്റേപ്പിൾ ഡയറ്റ് എന്താണ്? റുട്ടീനായിട്ട് നമ്മൾ ഭക്ഷിക്കുന്ന എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ അവയെ നമുക്ക് സ്റ്റേപ്പിൾ ഡയറ്റിൽ ഉൾക്കൊള്ളിക്കാം. ഉദാഹരണത്തിന് നമ്മൾ കേരളക്കാർ എന്നും ഉച്ചയ്ക്ക് ചോറുണ്ണാറുണ്ട്. അത് നമ്മുടെ ഒരു സ്റ്റേപ്പിൾ ഡയറ്റാണ്. അതേപോലെ അന്നത്തെ കാലത്ത് ഫ്രാൻസുകാരുടെ സ്റ്റേപ്പിൾ ഡയറ്റ് ആയിരുന്നു ബ്രെഡ് എന്ന് പറയുന്നത്. ഈ ബ്രെഡിൻ്റെ വില ഭയങ്കരമായിട്ടും ആ ഒരു സമയത്ത് കൂടി. ഇതുകൂടാതെ മിക്ക ജനങ്ങളും വർക്ക്ഷോപ്പുകളിലും മറ്റും പണിയെടുത്ത് ജീവിക്കുന്നവരായിരുന്നു. അവരുടെ ശമ്പളം തീരുമാനിച്ചിരുന്നു വന്നിരുന്നതും വർക്ക്ഷോപ്പ് ഓണേഴ്സ് ആണ്. എന്നാൽ ഈ വർക്ക്ഷോപ്പ് ഓണേഴ്സ് ഇവർക്ക് കൊടുത്തിരുന്ന ആ ഒരു അമൗണ്ട് അല്ലെങ്കിൽ വേജ്, ഈ ഒരു അമിതമായ വിലക്കയറ്റവും, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അമിതമായ വിലക്കയറ്റവും തുച്ഛമായ ഈ ശമ്പളവും കൂടി ഇവർക്ക് രണ്ടറ്റങ്ങളും ഒരുമിച്ച് മുട്ടിച്ച് കൊണ്ടുപോകാൻ പാടുപെടുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ പാവങ്ങൾ വീണ്ടും വീണ്ടും പാവപ്പെട്ടവരായി, പണക്കാർ വീണ്ടും വീണ്ടും മുതലാളികളായി മാറുകയും ചെയ്തു. എന്നാൽ ഇതിനു മുകളിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവാൻ തുടങ്ങിയത് ഡ്രൗട്ട് വന്നു. ഡ്രൗട്ട് എന്ന് പറഞ്ഞാൽ വരൾച്ച, വെള്ളമില്ല, ആ ഒരവസ്ഥ, മഴയില്ല. പിന്നെ ശേഖരിച്ചു വെച്ചിരുന്ന വെള്ളവും പോരാ. ഹെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലിപ്പഴം എന്ന് നമ്മൾ പറയാറുണ്ട്. ഫ്രോസൺ റെയിൻ ആണ്, ഇങ്ങനെ കട്ടയ്ക്ക് ഐസ് കട്ട പോലെ വീഴും മഴ. ഇതും കൂടി ആയപ്പോൾ വളരെയധികം ജനങ്ങൾ ബുദ്ധിമുട്ടിലേക്ക് പോയി. ഇവയെല്ലാം സബ്സിസ്റ്റൻസ് ക്രൈസിസ് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. സബ്സിസ്റ്റൻസ് ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപജീവന മാർഗ പ്രശ്നം. ഫ്രാൻസിലെ ഓൾഡ് റെജിമിനെ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഓൾറെഡി പാർട്ട് 2-ൽ പഠിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്. അന്നത്തെ കാലത്ത് പ്രിവെയിൽ ചെയ്തിരുന്ന സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റിനെയും ആ ഒരു സൊസൈറ്റിയിലെ സിസ്റ്റത്തിനെയും നമുക്ക് ഓൾഡ് റെജിം എന്ന് വിളിക്കാം. ഫ്രാൻസിലെ പഴയ സിസ്റ്റം ഓഫ് ഗവൺമെന്റ്, അതാണ് ഓൾഡ് റെജിം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും മറ്റ് പാർട്സുകൾ കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു ഇതിലേക്ക് വരാവുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടില്ല. സോ സബ്സിസ്റ്റൻസ് ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപജീവന മാർഗം, ദൈനംദിനം ഉള്ള കാര്യങ്ങൾ പോലും ജനങ്ങൾക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ സബ്സിസ്റ്റൻസ് ക്രൈസിസ് എന്നൊരു സിറ്റുവേഷനിലേക്ക് പോയി. A growing middle class envisages an end to privileges. In the past, peasants and workers had participated in revolts against increasing taxes and food scarcity, but they lacked the means and programs to carry out full-scale measures that would bring about a change in the social and economic order. This was left to those groups within the Third Estate who had become prosperous and had access to education and new ideas. The 18th century witnessed the emergence of social groups termed the middle class, who earned their wealth through an expanding overseas trade and from the manufacture of goods such as woolen and silk textiles that were either exported or bought by the rich members of society. In addition to merchants and manufacturers, the Third Estate included professions such as lawyers or administrative officials. All of these were educated and believed that no group in society should be privileged by birth. Rather, a person's social position must depend on his merits. These ideas, envisaging a society based on freedom and equal laws and opportunities for all, were put forward by philosophers such as John Locke and Jean-Jacques Rousseau. In his two treatises of government, Locke sought to refute the doctrine of the divine and absolute right of the monarch. Rousseau carried the idea forward, proposing a form of government based on a social contract between people and their representatives. In the spirit of the laws, Montesquieu proposed a division of power within the government between the legislative, the executive, and the judiciary. This model of government was put into force in the USA after the 13 colonies declared their independence from Britain. The American Constitution and its guarantee of individual rights was an important example
for political thinkers in France. അപ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ നികുതി കൂട്ടുന്നതിനും ഭക്ഷ്യക്ഷാമത്തിനും, അതായത് ക്ഷാമം എന്ന് പറഞ്ഞാൽ സ്കേഴ്സിറ്റി, അപ്പോൾ ഭക്ഷ്യക്ഷാമത്തിനും എതിരെ കർഷകരും തൊഴിലാളികളും സംഘടിച്ച് പ്രതിഷേധിച്ചു. എന്നാൽ സാമൂഹ്യപരമായോ സാമ്പത്തികപരമായോ മാറ്റം സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ മാത്രം ചിട്ടയോടുകൂടിയ ഒന്നും നടന്നതല്ലായിരുന്നു ഇപ്പറഞ്ഞ കലാപങ്ങളൊന്നും. ആരുടെ? ഈ പറഞ്ഞ ലോ ക്ലാസ്സിലുള്ളവരുടെ കലാപങ്ങളൊന്നും. അപ്പം നിങ്ങൾക്കറിയാം, തേർഡ് എസ്റ്റേറ്റ് പാവപ്പെട്ടവരാണെങ്കിലും ഏറ്റവും ടോപ്പിൽ ഉള്ള തേർഡ് എസ്റ്റേറ്റ് ജനത സാമ്പത്തികമായും ഉയർച്ചയുള്ളവരായിരുന്നു. പാർട്ട് 1 നോക്കണേ, പാർട്ട് 1 ഞാൻ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ കലാപങ്ങളിൽ പിൽക്കാലത്ത് പങ്കെടുത്തത് തേർഡ് എസ്റ്റേറ്റിലെ വിദ്യാഭ്യാസമുള്ളവരും പുതിയ ചിന്താഗതികളും ആശയങ്ങളും ഉള്ളവരായിരുന്നു. അതായത് മിഡിൽ ക്ലാസ്സുകാര്. ഇത് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി വന്ന ഒരു ക്ലാസ് ഓഫ് പീപ്പിളാണ് മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 18ാം നൂറ്റാണ്ട് സാക്ഷ്യം വഹിച്ചത് പുതിയൊരു സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. അതായത് ദ മിഡിൽ ക്ലാസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. അത്യാവശ്യം സാമ്പത്തികമായും സമൂഹത്തിൽ ഉയർന്ന ഇവരുടെ പ്രധാന വരുമാനം വിദേശ വ്യാപാരവും പിന്നെ പട്ടിന്റെയും കമ്പിളിയുടെയും, അതായത് വൂളും സിൽക്കും, ഇതിന്റെ വ്യാപാരവുമായിരുന്നു. ഒന്നെങ്കിൽ തുണിത്തരങ്ങൾ കയറ്റി അയക്കും, അല്ലെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിലെ സമൂഹത്തിലെ മറ്റു ഉയർന്ന ജാതിക്കാർക്ക് അല്ലെങ്കിൽ നല്ല അത്യാവശ്യം റിച്ചറായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല ശേഷിയുള്ളവർക്ക് വിൽക്കുകയും ചെയ്യുന്നതായിരുന്നു ഇവരുടെ പതിവ്. മേൽപ്പറഞ്ഞ വ്യാപാരികളും, അതായത് മെർച്ചൻസ്, മാനുഫാക്ചേഴ്സ്, അതായത് നിർമ്മാതാക്കളും കൂടാതെ മിഡിൽ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന മറ്റ് ആൾക്കാർ എന്ന് പറയുന്നത് പ്രൊഫഷണൽസ് ആണ്. അതായത് ലോയേഴ്സ്, വക്കീലന്മാർ, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഒഫീഷ്യൽസ്, ഓരോ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ. ഇങ്ങനെ തൊഴിലുകളിൽ ഏർപ്പെട്ടവരും ഈ ഒരു മിഡിൽ ക്ലാസ്സിനകത്ത് ഉണ്ടായിരുന്നു. സോ മിഡിൽ ക്ലാസ്സിലുള്ളവർ എഡ്യൂക്കേറ്റഡ് ആയിരുന്നത് കൊണ്ട് തന്നെ അവർ ബർത്ത് വഴി ആർക്കും ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല, എല്ലാ വ്യക്തികളും തുല്യരാണ് എന്ന് വിശ്വസിച്ച് പോകുന്നവരായിരുന്നു. ബിക്കോസ് മിഡിൽ ക്ലാസ്സുകാർ എഡ്യൂക്കേറ്റഡ് ആണ്. അതാണ് നമുക്കിവിടെ പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ഒരു കുലീന കുടുംബത്തിൽ പെട്ട ആള് അല്ലെങ്കിൽ അടിമ കുടുംബത്തിൽ ജനിക്കുന്ന ആളും തുല്യരാണെന്നാണ് അവർ വിശ്വസിച്ചു പോകുന്നത്. ബർത്ത് അല്ലെന്നുണ്ടെങ്കിൽ ജനനം എന്ന ഒരു മാനദണ്ഡം മാറ്റിവെച്ചിട്ട് സമൂഹത്തിലെ ഒരു വ്യക്തിയുടെ സ്ഥാനം ആ വ്യക്തിയുടെ കഴിവുകളും യോഗ്യതകളും ഗുണങ്ങളും നോക്കി നിർണ്ണയിക്കണമെന്നാണ് മിഡിൽ ക്ലാസ്സിലുള്ള വ്യക്തികൾ ചിന്തിച്ചിരുന്നതും മറ്റുള്ളവരോട് അങ്ങനെ പ്രവർത്തിക്കാനാണ് അവർ പറഞ്ഞിരുന്നതും അങ്ങനെ കാണാനാണ് അവർ പറഞ്ഞിരുന്നത്. ജോൺ ലോക്ക്, ജീൻ ജാക്കസ് റൂസോ, ജെ റൂസോ, ഇവരൊക്കെയും സോഷ്യോളജി അരച്ച് കലക്കി പഠിച്ചവരാണ് കേട്ടോ. സോ ഇവരുടെ ഫിലോസഫി അല്ലെങ്കിൽ ഇവർ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലോക്ക്, റൂസോനെ പോലെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ തത്വചിന്തകരാണ് ഇവർ. അപ്പോൾ ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, ഈക്വൽ ലോ, അതായത് ഒരു നിയമം, പിന്നെ ഓപ്പർച്യൂണിറ്റീസ്, അതായത് തുല്യമായ അവസരങ്ങൾ, ഇവയൊക്കെയാണ് ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവേണ്ടത് എന്നാണ് ഇപ്പോൾ റൂസോയും ലോക്കിനെ പോലെയുള്ളവർ പറഞ്ഞു തന്നത്. പൊളിറ്റിക്കൽ ഫിലോസഫിയെ കുറിച്ചുള്ള ലോക്കിന്റെ ഒരു വർക്കാണ് ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇതിൽ അദ്ദേഹം മൊണാർക്കിന്റെ അബ്സല്യൂട്ട് പവറിനെ എതിർക്കുകയും ഒരു പുതിയ ഐഡിയ, ലെജിസ്ലേറ്റീവ് നിയമം ഉണ്ടാക്കുന്നു, എക്സിക്യൂട്ടീവ് നിയമം പ്രാവർത്തികമാക്കുന്നു, പിന്നെ ജുഡീഷ്യറി നിയമം ലംഘിക്കുന്നവരെ ശിക്ഷിക്കുകയും കൂടാതെ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് പിന്നെ ജുഡീഷ്യറിയും തമ്മിൽ ഒരു അതിർത്തി ഉണ്ടാവണം. ഒരാളുടെ പവർ അല്ലെങ്കിൽ ഡ്യൂട്ടീസിൽ മറ്റൊരാൾ കൈകടത്താൻ പാടില്ല. ഇതിനാണ് നമ്മൾ ഡിവിഷൻ ഓഫ് പവർ അല്ലെങ്കിൽ സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. ബ്രിട്ടനിൽ നിന്ന് USA സ്വാതന്ത്ര്യം നേടിയപ്പോൾ തന്നെ ഈ ഒരു മോഡൽ ഗവൺമെന്റ് ആണ് ഫോളോ ചെയ്തു പോന്നിരുന്നത്. ഓക്കെ, നമുക്ക് വീണ്ടും ഫ്രാൻസിലേക്ക് വരാം.
അങ്ങനെ അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെ ജനങ്ങളുടെ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഗ്യാരണ്ടി ചെയ്യുന്ന രീതി ഇവയൊക്കെയും ഫ്രാൻസിലെ മിഡിൽ ക്ലാസ് പിന്നെ മറ്റ് ജനങ്ങൾക്കും വളരെയധികം പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് കണ്ട് ഫ്രാൻസിലെ സിറ്റിസനും നാഷണലിസം എന്ന കോൺസെപ്റ്റിൽ അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, ഇൻഡിവിജ്വൽ റൈറ്റ്സ് വേണം. ഇതിനൊക്കെയും പ്രചോദനം കിട്ടിയത് ഈ പറയുന്ന കുറേ വ്യക്തികളുടെ, അതായത് ഫിലോസഫേഴ്സിൻ്റെ ഐഡിയാസും പിന്നെ അമേരിക്കയിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും അവിടെ ഉണ്ടായ കോൺസ്റ്റിറ്റ്യൂഷനും അവർ പ്രാധാന്യം കൊടുത്ത് ഉറപ്പ് നൽകി ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഒക്കെയാണ് ഫ്രാൻസിലെ മിഡിൽ ക്ലാസ്സുകാർക്കും മറ്റ് ജനങ്ങൾക്കും പ്രചോദനം, അതായത് നാഷണലിസത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പ്രചോദനം നൽകിയ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. The idea of these philosophers were discussed intensively in saloons and coffee houses and spread among people through books and newspapers. These were frequently read aloud in groups for the benefit of those who could not read and write. The news that Louis XVI planned to impose further taxes to be able to meet the expenses of the state generated anger and protest against the system of privileges. സോ പിന്നീട് മേൽപ്പറഞ്ഞ ഈ ഫിലോസഫേഴ്സ്, അതായത് തത്വചിന്തകർ, അവരുടെ ഐഡിയാസ് എല്ലാം എല്ലാ ഇടങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടു. സലൂണുകളിൽ, കോഫി ഷോപ്പുകളിൽ, പുസ്തകങ്ങൾ വഴി, ന്യൂസ് പേപ്പർ പ്രിന്റ് ചെയ്ത വഴി എല്ലാം റൂസോ, ലോക്ക്, മൊണ്ടേസ്ക് പോലെ ഉള്ളവരുടെ ഐഡിയാസ് പ്രചരിച്ചു. അതുപോലെ എഴുത്ത് വായന അറിയാത്തവർക്ക് ജനങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്ന ഇടങ്ങളിലെല്ലാം ഉറക്കെ വായിച്ച് ഇവരുടെ ഐഡിയാസ് എല്ലാം ചർച്ചകൾ നടത്തിപ്പോന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ എക്സ്പെൻസിന് വേണ്ടി ടാക്സ് വീണ്ടും കൂട്ടുവാനുള്ള കിങ് ലൂയിസ് 16ന്റെ നടപടി ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ പ്രതിഷേധവും അസ്വസ്ഥതയും ഉണ്ടാക്കി. അങ്ങനെ നമ്മുടെ പാർട്ട് 3 ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ നെക്സ്റ്റ് സെഷൻ കാണുക. അത് മാത്രമല്ല പാർട്ട് 1 മുതൽ കണ്ട് കണ്ടിന്യൂറ്റിയോടുകൂടി പോവുക. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. And the continuation of this chapter will be on next video. Please watch, share and subscribe. Thank you very much. Bye.